അമ്മേ, അമ്മ ഇവിടെയും എത്തിയോ? എന്തിന്? ഒന്ന് പറയാൻ. ഭഗവാൻ ശിവൻ സർവ്വവ്യാപിയാണ്. ഇവിടെ കാശിയിലും അദ്ദേഹം വസിക്കുന്നുണ്ട്, അതുപോലെ കൈലാസത്തിലും അദ്ദേഹം വിരാജിക്കുന്നുണ്ട്. വരൂ മോനെ, വീട്ടിലേക്ക് വരൂ. അവിടെ വന്നും ശിവനെ നിനക്ക് ആരാധിക്കാമല്ലോ. നീ സമീപത്തുണ്ടെങ്കിൽ എന്റെ മനസ്സിനും ശാന്തി ലഭിക്കും. അമ്മേ, പരമശിവൻ സർവ്വവ്യാപി എന്ന പോലെ അമ്മ സർവസ്ഥിതിയല്ലേ? അങ്ങ് എവിടെയില്ല. ഈ ലോകം ദേവിയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് പകരം എന്നോടൊപ്പം ഇരുന്ന് ശിവനാമം ജപിച്ചുകൂടെ? ഇരുവർക്കും മംഗളം ഭവിക്കും. ഇരിക്കൂ അമ്മേ, ഇരിക്കൂ. എന്നോടൊപ്പം ഉരുവിടും. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. സീമേ സതീരാത്രം ഗ്രാമാന്തരം ന ഗച്ഛേത്. അതായത് മാർഗം നല്ലതാണെങ്കിൽ കൂടി രാത്രിയായി കഴിഞ്ഞാൽ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് യാത്ര പാടില്ല. സ്വമുഖാത് ലജ്ജാകരം ദുഃഖകരം അമംഗളകാരി ന കർത്തവ്യം. അതായത് സ്വന്തം മുഖത്ത് നിന്ന് ലജ്ജയുണ്ടാക്കുന്ന, അന്യന് ദുഃഖം നൽകുന്ന അമംഗളകരമായ വാർത്തകൾ പറയാൻ പാടില്ല. സപ്തപതി മനുസൃത്യ ഭർതൃഗൃഹേ സേവാ കർത്തവ്യം. അതായത് സപ്തപതി അനുസരിച്ച് സ്വന്തം ഭർത്താവിനെ പരിചരിക്കണം. നന്നായി പാർവതി. നിന്റെ കഠിന പരിശ്രമവും ശ്രദ്ധയും സരസ്വതീ ദേവിയുടെ കടാക്ഷവും മൂലം നീ എല്ലാ വിഷയങ്ങളിലും സമ്പൂർണ്ണ ജ്ഞാനം നേടിക്കഴിഞ്ഞു. നിന്റെ ബുദ്ധിശക്തിയും വിവേകശക്തിയും കണ്ട് ഞാൻ അതിപ്രസന്നനാണ്. എനിക്ക് വിശ്വാസമുണ്ട്, ഭാവിയിൽ നീ സർവ്വ ഐശ്വര്യങ്ങളും നേടും. നാരായണ നാരായണ. ആഘോഷിക്കാൻ സമയമായി. ദേവി പാർവതിയുടെ ശിക്ഷണം പൂർത്തിയായി. പ്രണാമം ദേവർഷേ. വന്നാലും ദേവർഷേ, അങ്ങയുടെ ആഗമനം എപ്പോഴും ശുഭോദർക്കമാണ്. എപ്പോഴുമില്ല മുനിവര, പക്ഷേ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഇന്നത്തെ പോലെ ഇന്ന് ദേവി പാർവതിയുടെ ശിക്ഷണം പൂർത്തിയായി. ഇതെല്ലാം ഗുരുദേവന്റെ കൃപയുടെ ഫലമാണ്. ഹാ ദേവി, ഹാ. ഞാൻ എന്റെ കൃപ കൊണ്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. ഗുരുകൃപ കൂടാതെ യാതൊന്നും സംഭവ്യമല്ല. പിന്നെ ദേവർഷിയുടെ കൃപയില്ലാതെ സംയോഗവും നടക്കില്ല. എന്തു സംയോഗം മുനിവര? വരപ്രാപ്തിയുടെ വിവാഹ സംയോഗം. മുനിവര, അങ്ങ് ദീർഘദർശിയാണ്. വെറും ദീർഘദർശി, പക്ഷേ അങ്ങ് ത്രികാലദർശിയാണ് ദേവർഷേ. നാരായണ നാരായണ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ,
എഴുന്നേൽക്കൂ മംഗല. നിന്റെ തപസ് പൂർണ്ണമായി. മഹാദേവ, ഭഗവാൻ, അങ്ങയുടെ പുണ്യദർശനം ലഭിച്ച ഞങ്ങൾ ധന്യരായി. മംഗലന്റെ തപസ് സഫലമായി. മംഗല, എഴുന്നേൽക്കൂ. നിനക്ക് ആകാശത്തിൽ ഗ്രഹങ്ങൾക്കൊപ്പം സ്ഥിതി ചെയ്യാറായി. ആകാശത്തെ ഗ്രഹങ്ങൾക്കൊപ്പം? ഹേ ശിവശങ്കര, അങ്ങന്റെ കഥ കേൾക്കണം, എന്റെ വ്യഥ അറിയണം. ഇവൻ എന്ന് ജന്മം പൂണ്ടുവോ അന്ന് തൊട്ട് ഇന്ന് വരെ ഇവനെ എനിക്കായി ലഭിച്ചിട്ടില്ല. അങ്ങെനിക്ക് പ്രദാനം ചെയ്ത ഈ സൽപുത്രൻ ബാല്യം തൊട്ടേ അങ്ങേ ആരാധിക്കുന്നതിൽ നിമഗ്നനായിരുന്നു. ബാലനായിരുന്ന ഇവൻ എന്നെ അമ്മേ എന്ന് വിളിക്കുവാനും എന്റെ ഹൃദയം സ്നേഹം കൊണ്ട് ആന്തോളനം ചെയ്യുവാനും എന്നെ വാത്സല്യ നിർഭരയാക്കുവാനുമായി എന്നോടൊത്ത് വാഴേണ്ടിയിരുന്ന സമയത്ത് പോലും അവൻ അങ്ങയുടെ നാമം മാത്രം സ്മരിച്ചുകൊണ്ടേയിരുന്നു. അവൻ ഇന്നും അങ്ങയുടെ നാമം മാത്രം ജപിക്കുന്നു. എന്റെ പുത്രനായതുകൊണ്ടുള്ള സുഖം ചിലപ്പോൾ അവന് ലഭിച്ചിരിക്കാം. പക്ഷെ എനിക്ക് ഇവന്റെ അമ്മയാണെന്നുള്ള സന്തോഷം ഇനിയും നേടാനായില്ല. ഇവൻ പറഞ്ഞിരുന്നു, അവൻ അങ്ങയുടെ ദർശനം ലഭിച്ചതിന് ശേഷം എനിക്ക് അമ്മയുടെ സ്ഥാനം തീർച്ചയായും നൽകാമെന്ന്. പക്ഷെ അതിനു മുൻപ് തന്നെ അങ്ങ് ഇവൻ ആകാശത്തിൽ ഗ്രഹലോകത്തിൽ സ്ഥാനമേകുവാൻ ഇച്ഛിക്കുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എവിടെ പോകും ഭഗവാൻ? എനിക്ക് എന്ത് ചെയ്യാനാകും? പുത്രനുണ്ടായിട്ട് കൂടി ഞാൻ പുത്രഹീനയാകണോ? ശാന്തയാകൂ ധരണി, ശാന്തയാകൂ. സത്യം ഇതാണ്, മംഗലൻ ഗ്രഹമണ്ഡലത്തിൽ സ്ഥാനം നേടുവാൻ വേണ്ടിയാണ് എന്റെ സ്വേദത്തിൽ നിന്ന് ജനിച്ചത്. അവന്റെ നിശ്ചിത സ്ഥാനം ആകാശത്തിൽ ഗ്രഹമണ്ഡലത്തിൽ തന്നെയാണ്. ഭഗവാൻ, ഇവന്റെ ജനനോദ്ദേശം അതായിരുന്നുവെങ്കിൽ അങ്ങ് എന്തിനിവനെ പുത്രരൂപത്തിൽ എനിക്ക് പ്രദാനം ചെയ്തു? എന്റെ മനസ്സിൽ മാതൃത്വഭാവം എന്തിനു വളർത്തി? എവിടെ പോകും? യുവപുത്രനെ നഷ്ടപ്പെട്ട പുത്രവത്സലയായ ഈ അമ്മ. ദേവി, നീ ഇപ്രകാരം വിലപിക്കുന്നത് ഉചിതമല്ല. ലോകം നിന്നെ സഹനശീല ക്ഷമാശീല എന്ന് മാനിക്കുന്നു. നീ ശാലീനതയുടെ പ്രതീകമാണ്. ഭൂമി, അജല, ധരണി എന്നീ സംബോധനകളാൽ ലോകം നിന്നെ സമാദരിക്കുന്നു. ലോകത്തിലെ സമസ്ത നാരീവർഗത്തിനും നീ ഒരു ആദർശ നാരിയാണ്. ദുഃഖവും പീഡയും നൽകുന്നവർക്ക് കൂടി നീ ദയാലുവും ക്ഷമാശീലയും ധൈര്യവതിയുമാകുന്നു. ഇങ്ങനെ വിരാട ഗുണങ്ങളും ആദർശവും നിറഞ്ഞ നീ പുത്രവിയോഗത്തിൽ ചഞ്ചലയാകുന്നു. ഈ അവസ്ഥ നിന്റെ ഗുണത്തിനും ധർമ്മത്തിനും വിപരീതമാകുന്നു. അങ്ങയുടെ കൃപ കൊണ്ട് ഞാൻ എല്ലാമാണ് ഭഗവാൻ. എങ്കിലും ഞാൻ അമ്മയല്ലേ, അമ്മ. വിഷമിക്കരുത് ദേവി, മംഗലൻ അധികം ദൂരത്തായിരിക്കില്ല. എപ്പോഴും നിന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടാകും. രക്തവർണ്ണ നക്ഷത്രമായി തന്റെ ചുവന്ന പ്രകാശം ചൊരിഞ്ഞുകൊണ്ട്. ദുഃഖിക്കരുതമ്മേ. ഞാൻ എന്നും ഒരു ബാലനെ പോലെ അവിടത്തെ പരിക്രമം ചെയ്തുകൊണ്ട് ഒരു പുത്രന്റെ കർത്തവ്യം നിറവേറ്റിക്കൊണ്ടേയിരിക്കും. അമ്മ എന്നും എന്റെ സാമീപ്യം അനുഭവിക്കും. ഒരമ്മ പുത്രന്റെ സാമീപ്യം അനുഭവിക്കുന്നത് പോലെ തന്നെ. ഓം നമഃ ശിവായ. 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 ഓം
ശിവായ